എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്, നല്ല കേരള പൊറോട്ട. അപ്പം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും പൊറോട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കിലോ മൈദയാണ്. അതിന് നമുക്കൊന്ന് കൊണ്ടൊഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു മുട്ട, പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു, പിന്നെ ഒരു മുട്ട. ഇനി നമുക്കിതിലേക്ക് പാല് വേണം. 3 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഇനി നമുക്ക് ഈ മൈദയുടെ നടുവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം മുട്ടയുടെയും പാലിൻ്റെയൊക്കെ കൂട്ടം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആ കൂട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. നമ്മളെടുക്കുന്ന മൈദ നല്ല മൈദയാണെങ്കിൽ നമുക്ക് നല്ല പൊറോട്ട തന്നെ ആയി കിട്ടും. നമ്മൾ വാങ്ങുന്ന പൊടി നല്ല പൊടിയായിരിക്കണം, അതിനനുസരിച്ചിരിക്കും പൊറോട്ട സോഫ്റ്റ് ആകുന്നത്. അതുകൂടാതെ ഈ കുഴയ്ക്കുന്നത് കൂടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുഴ ശരിയായിട്ടില്ല. ഇനി പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ബട്ടർ. ഇനി അതുകൂടി ഇട്ട് നല്ലവണ്ണം ഓയിലൊഴിച്ച് ഇങ്ങനെ ഒരു 4 ഏറൊക്കെ എറിഞ്ഞ നമ്മുടെ പൊറോട്ട നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട്, പൊറോട്ടയ്ക്ക് കുറച്ചധികം വേണം കേട്ടോ, കുറച്ച് നല്ലവണ്ണം തന്നെ എണ്ണ വേണം. അപ്പോൾ എണ്ണ നല്ലവണ്ണം തടവി കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇതൊരു 1 മണിക്കൂർ നേരം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടവല്, നനഞ്ഞ ടവൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ നേരം നമുക്കിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൈദ കുഴച്ച് വെച്ചിട്ട് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുന്നത്ര വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കണം. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ബോൾസ് ആക്കി ഇതിനെ മാറ്റിയെടുക്കണം. അങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. അധികം വലുപ്പത്തിലല്ല, കുറച്ച് ചെറുതായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 8 ബോൾസ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലവണ്ണം എണ്ണ തൂക്കി കൊടുക്കണം. ഈ എണ്ണ നല്ലവണ്ണം ഇതിൻ്റെ മുകളിൽ ഇതായി കിട്ടണം. കുറച്ച് ഒരു 100 ml എണ്ണ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ, പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരും. നല്ലവണ്ണം എണ്ണയിൽ ഇത് മുങ്ങിക്കിടക്കണം. എന്നാൽ നമുക്ക് നല്ല പൊറോട്ടയായിട്ട് കിട്ടും. ഇങ്ങനെ ബോൾസ് ആക്കാതെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് അതാകുമ്പോൾ കുറച്ചും കൂടെ എണ്ണ അതിൽ ഒട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം എണ്ണ തടവി കൊടുത്താൽ മതി. നമുക്കിതൊരു 2 മണിക്കൂർ നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇപ്പം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. കണ്ടോ, പൊറോട്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ച തറയിലേക്ക് കുറച്ച് എണ്ണ തൂവുക. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബൗൾസ് എടുത്തിട്ട് നല്ലോണം പരത്തി കൊടുക്കുക. ഇതുപോലെ പരത്തുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം മാറ്റി വയ്ക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അടി ഒട്ടി പിടിക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂകിയിട്ട് വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട്, എണ്ണ ആകുമ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ തടവി കൊടുത്താൽ തന്നെ അത് പരന്ന് കിട്ടും. ഇത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇതിനി മറ്റേതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പൊടി തൂക്കി കൊടുക്കണം. പൊടി തൂക്കി കൊടുക്കാതിരിക്കരുത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടി തൂക്കി കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്, പൊടിയൊക്കെ ഇട്ട് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരമണിക്കൂർ നേരം ഇതും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കവർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, കവർ ചെയ്ത് കൊടുക്കണം. കാരണം അത് ഉണങ്ങി പോകാൻ പാടില്ല, അതുകൊണ്ട് നനഞ്ഞ ടവൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട പരത്തി ചുടാം. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം നമുക്ക്. ഇനി ഇത് ഇങ്ങനെ തറയിൽ വെക്കുക, എന്നിട്ട് എണ്ണയൊന്ന് തൂക്കിയെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം എണ്ണ ഉണ്ടാവണം പൊറോട്ട അടിക്കുമ്പോൾ. എണ്ണയിൽ പിശുക്ക് കാണിക്കാൻ നിൽക്കരുത്, എന്നാൽ മാത്രമേ നമുക്ക് നല്ല പൊറോട്ടയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനെ ഇങ്ങനെ വിടർത്തി വലിച്ച് നെട്ടി കൊടുത്താൽ മതി. അടിച്ച് പരത്താൻ നിൽക്കേണ്ട. ഇതിങ്ങനെ എത്രത്തോളം വലിച്ച് നേർങ്ങനെ ആക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഇതുപോലെ വലിച്ച് നെട്ടി കൊടുക്കുക. കീറിയാലൊന്നും കുഴപ്പമില്ല, നല്ല നേർങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് എണ്ണ നല്ലവണ്ണം തടവി കൊടുക്കുക. ഇങ്ങനെ നീട്ടിയാക്കിയതിന് ശേഷം ചുറ്റിയെടുത്താൽ മതി. നമ്മുടെ പൊറോട്ട ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കുമ്പോൾ നമ്മൾ പൊറോട്ട അടിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആവുന്നത്ര നമ്മളതിനെ വലിച്ച് നീട്ടി കൊടുക്കുക. എത്ര നേർങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും നേർങ്ങനെ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ട, ഇത് കീറിയിട്ട് ഓരോ പീസാക്കി എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. നമ്മൾ അടിച്ചിട്ട് അവർ കീറിയിട്ട് ആക്കി എടുക്കുന്നില്ലേ, അതുപോലെ ഇത് ഓരോന്നാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചെറിയ പൊറോട്ടയാക്കി എടുക്കണമെങ്കിൽ നടുവിലോട്ടൊക്കെ കീറിയിട്ട് ചെറിയ പൊറോട്ടയാക്കി എടുക്കാം. അപ്പം ഞാൻ ചെറിയ പൊറോട്ടയും 2 ചൂടാം. അത് നിങ്ങൾക്ക് സൗകര്യത്തിന് ചെയ്താൽ മതി. ചെറിയ പൊറോട്ട ആണെങ്കിൽ ചെറിയ പൊറോട്ട ചെയ്യാം, വലിയ പൊറോട്ട ആണെങ്കിൽ വലിയ പൊറോട്ട തന്നെ ആക്കിയെടുക്കാം. ഉള്ളിൽ തിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 4 ചെറിയ പൊറോട്ടയും ബാക്കിയെല്ലാം ഒരു 6 വലിയ പൊറോട്ടയാണ് ആക്കിയെടുത്തത്. അപ്പം നമുക്ക് ഇത് പരത്തി കൊടുക്കാം. കൈയുടെ ഉള്ളം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഉള്ളം കൈ വെച്ച് ആവുന്നില്ലെങ്കിൽ നമ്മുടെ കോല് വെച്ചിട്ട്, ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. ചപ്പാത്തി കോല് പരത്തുമ്പോൾ ചപ്പാത്തി കോലിൻ്റെ മുകളിൽ എണ്ണ ഉണ്ടാവണം. ചപ്പാത്തി കോല് എടുത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പരത്തി വെച്ച പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിയിലും കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് വേണം നല്ലോണം മൊരിച്ചു കൊടുക്കാം. പൊറോട്ട ആയതുകൊണ്ട് മൈദ ആയതുകൊണ്ട് കുറച്ച് വേവാൻ സമയം എടുക്കും. അപ്പോൾ സാവധാനം ലോ ഫ്ലെയിമിലിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് ആ മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഹോട്ട് പോട്ടിലേക്ക് മാറ്റാം. ഒരു 4 എണ്ണം ഒരുമിച്ചായിട്ടാകുമ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പൊറോട്ടയൊക്കെ ഇപ്പം തന്നെ നല്ല ലെയർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടിച്ചെടുക്കണം. ചൂടോടെ തന്നെ അടിച്ചെടുക്കണം. അതുകൊണ്ട് ഹോട്ട് പോട്ടിൽ ഇട്ട് വെക്കണം എന്ന് പറഞ്ഞിന്. അപ്പോൾ ഒരുമിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അടിച്ചെടുക്കാം. നല്ല ഫോഴ്സ് കൊടുക്കണം. അതുപോലെ നല്ലവണ്ണം അടിച്ചെടുക്കുക. പൊറോട്ടയൊക്കെ നല്ല അടിച്ച് നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട വീട്ടിലുണ്ടാക്കിയെടുക്കാം.